ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പരിപാടിയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ, ഒരു സാധാരണ ഒരു ദിവസം. അപ്പോൾ നല്ല മഴയുള്ളതുകൊണ്ട് തന്നെ രാവിലെ ഒന്ന് മുറ്റത്തൊക്കെ ഒന്ന് വന്ന് നിന്നതാണ്. നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഒന്നുകൂടി ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9 മണിയൊക്കെ ആയിട്ടുള്ളൂ. എൻ്റെ ഉമ്മ സുബഹിക്ക് എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ കിടക്കേ ഇല്ല കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ കാണുന്നത് ആള് കിച്ചണിലെ ചാർത്തിലിരുന്നിട്ട് ഖുർആൻ ഓതുന്നതാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ പിന്നെയും ഒന്നുകൂടി കിടക്കും. പക്ഷെ ആൾ പിന്നെയും ഓരോ പണികളൊക്കെ ആയിട്ട് ഇറങ്ങും. ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴാണ് മീൻകാരനൊക്കെ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മീനൊക്കെ പോയി വാങ്ങും. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ ആയിരുന്നു കേട്ടോ. സാമ്പാർ ഇന്നലത്തെ സാമ്പാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ദോശ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു എഴുന്നേറ്റ് വരുന്ന സമയത്ത് അപ്പന ചുട്ട് കഴിക്കുക, അങ്ങനത്തെ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളെല്ലാവരും ഉള്ളപ്പോഴാണ് കേട്ടോ ഉമ്മ ഈ അടുപ്പൊക്കെ യൂസ് ചെയ്യണേ, അല്ലെങ്കിൽ അപ്പുറത്ത് തന്നെയാണ് ചോറൊക്കെ വെക്കാറുള്ളത്. ആൾ ഈ പ്രായത്തിലും മാഷാ അല്ലാ നല്ല എനർജറ്റിക് ആണ് കേട്ടോ. രാവിലെ എഴുന്നേറ്റ് അവിടെ ഇവിടെയും ചടഞ്ഞു കൂടിയിരിക്കണ പരിപാടിയൊന്നുമില്ല. പിന്നെ നല്ല ഫാസ്റ്റും ആണ് കേട്ടോ. ആള് രാവിലെ തന്നെ അതേ മീനൊക്കെ നന്നാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കൊഴുവ പീര വറ്റിക്കാം, ചാള കറി വെക്കാന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞേക്കണേ. അപ്പോൾ ചാള ഇപ്പോൾ ഭയങ്കര വില്ലനാണ് കേട്ടോ. 1 കിലോ 450 രൂപയൊക്കെയാണ് ഇവിടെ ചാളയ്ക്ക്. എന്നാലും നാട്ടിലത്തെ ചാളയാവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ. ഇതിപ്പോൾ കിച്ചണിൽ ഒരു ഊഞ്ഞാൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരുടെ പരിപാടി അവിടെ കളിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ തോരനാക്കുന്നത് ഇത്താത്തായാണ് കേട്ടോ. അപ്പോൾ കൊഴുവയ്ക്ക് വേണ്ടിയിട്ട് നമ്മളുടെ തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും ചെറിയുള്ളിയും കറിവേപ്പിലയൊക്കെ കൂടി ഒന്ന് ഒതുക്കിയെടുത്തു. നമ്മുടെ വീടിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ ചാർത്ത് പോലെ ഉണ്ട്, ഒരു 3 റൂമായിട്ട്. അവിടെയാണ് കേട്ടോ ചോറും കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഇതാണ് നമ്മൾ വീടിൻ്റെ അകത്ത് ഉള്ള ഭാഗം. അപ്പോൾ അരി അടുപ്പത്തേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ അതവിടെ കിടന്ന് ആയിക്കോളും. ആ നേരം കൊണ്ട് നമുക്ക് കറിയും കാര്യങ്ങളൊക്കെ വെക്കാമല്ലോ. അപ്പം ഉമ്മ രാവിലെ തന്നെ മീനൊക്കെ നന്നാക്കി വെച്ചിരുന്നത് കൊണ്ട് ഇതേ പീരയ്ക്ക് വേണ്ടിയിട്ട് അത് മിക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒരുപാട് ചെറിയ കൊഴുവയല്ല, ഒരു മീഡിയം ടൈപ്പ് കൊഴുവയായിരുന്നു. പിന്നെ ഉമ്മച്ചിയുടെ ഫിഷ് കറി എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും ഉമ്മമാരുടെ ഫിഷ് കറി ഓരോരുത്തർക്കും സ്പെഷ്യലാണല്ലോ. പിന്നെ എൻ്റെ ഉമ്മ ഭയങ്കര വലിയ കുക്കൊന്നും അല്ല കേട്ടോ. ഫുഡ് ഉണ്ടാക്കുന്നതിനോടൊന്നും ഒരുപാട് താല്പര്യമുള്ള ആളൊന്നും അല്ല. ആൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ക്ലീനിങ് ആണ് കേട്ടോ. എല്ലായിടും വൃത്തിയാക്കി കൊണ്ട് കിടക്കുക. ഇപ്പം ഞാനും താത്തായും കിച്ചണിൽ കയറുകയാണെങ്കിൽ ആൾക്ക് അത്രയും സന്തോഷം. എല്ലായിടും ക്ലീനൊക്കെ ആക്കി അലമാരികളൊക്കെ സെറ്റാക്കി എടുക്കുക, അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് വെക്കുക. അതൊക്കെയാണ് ആളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള പരിപാടി. ഇപ്പം തലേ ദിവസത്തെ ഫിഷ് ഫ്രൈയും തോരനും മോരുകറിയും എല്ലാം ബാക്കിയുണ്ട്. പിന്നെ രാവിലത്തെ സാമ്പാറും ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് കറികളുണ്ട് കേട്ടോ ഇന്ന്. അങ്ങനെ മീൻകറിയും ഇതേ തിളച്ച് സെറ്റായി വന്നിട്ടുണ്ട്. ഉമ്മ ഉണ്ടാക്കുന്നത് ഒരു വേറെ ടൈപ്പാണ് കേട്ടോ. മസാലകളൊക്കെ വഴറ്റുന്നത് വേറെയാണ്. ആദ്യം തേങ്ങാപ്പാലും പൊടികളും എല്ലാം ഒന്ന് മിക്സ് ചെയ്തിട്ട് അത് തിളപ്പിച്ചിട്ട് അതിലേക്ക് മീനിടും. എന്നിട്ട് ചെറിയുള്ളിയും പച്ചമുളകും ഇതൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് ഒഴിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ലഞ്ചും കാര്യങ്ങളൊക്കെ അതേ റെഡി ആവലല്ല, കുട്ടികളെ വിളിച്ചിരുത്തി ഫുഡ് കൊടുക്കലാണ് ഇവിടെ ഒരു ടാസ്ക്. ആരും ടി വിയുടെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് വരില്ല കേട്ടോ. ഒരാഴ്ചത്തോളമായി എനിക്ക് ത്രോട്ടിന് ബുദ്ധിമുട്ട് വന്നിട്ട് ഇതുവരെ മാറിയിട്ടില്ല. എൻ്റെ സൗണ്ടും സെയിം അതേപോലെ തന്നെ കേട്ടോ. സൗണ്ട് ഒരു രക്ഷയില്ല, ഭയങ്കര സ്ട്രെയിനാണ് സംസാരിക്കാനായിട്ട്. അങ്ങനെ പിള്ളേർക്ക് ഇതേ വിളമ്പി കൊടുക്കുന്നുണ്ട്. ഞാൻ എൻ്റെ പ്ലേറ്റ് സെറ്റാക്കുകയാണ് കേട്ടോ. ഇതേ കുറച്ച് ചോറ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതേ മീൻകറി, പിന്നെ അതേപോലെ ഫിഷ് ഫ്രൈ, നമ്മുടെ മീനിൻ്റെ മുട്ട ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച്, അതും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മാങ്ങ അച്ചാർ ഇരിപ്പുണ്ടായിരുന്നു, അതും. പിന്നെ കുറച്ച് വെണ്ടയ്ക്ക തോരൻ, പിന്നെ കൊഴുവയുടെ തോരൻ ഉണ്ടായിരുന്നു. അതൊക്കെ കൂട്ടി ഒരു പിടി പിടിക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടിയിട്ട്. ഇത് എൻ്റെ ഇത്താത്തയുടെ മോളാണ്. അവർക്ക് 2 പേരാണ് കേട്ടോ. മൂത്ത ആൾ ജർമ്മനിയിലാണ്. അപ്പോൾ അവന് ഏറ്റവും കൂടുതൽ ഇപ്പോൾ നാട് മിസ് ചെയ്യണുണ്ട് കേട്ടോ. അവന് എല്ലാ വീഡിയോയും അയച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കണത്. കാരണം മഴയും നാടും ഒക്കെ എന്തായാലും പുറത്തുള്ളവർക്ക് എപ്പോഴും ഒരു മിസ്സിങ് തന്നെയാണല്ലോ. അപ്പോൾ പുറത്ത് നല്ല മഴ, അകത്ത് നല്ല ചൂട് ചോറ്. പിന്നെ അന്ന് ഉമ്മ ഉണ്ടാക്കിയ ഇഞ്ചിക്കറിയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതും മോരുകറിയൊക്കെ കൂട്ടിയിട്ട് ഞങ്ങളങ്ങനെ അതേ ലഞ്ച് കഴിച്ചു. ഉമ്മയുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ രാവിലെ തന്നെ പണികൾ സ്റ്റാർട്ട് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയുടെ കൂടെ തന്നെ
ലഞ്ചിൻ്റെ കാര്യങ്ങളും നോക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ മീൻ വാങ്ങിക്കാൻ പോവും. അങ്ങനെ എല്ലാം പെട്ടെന്ന് ഫാസ്റ്റായിട്ട് ചെയ്യും. നമ്മളിങ്ങനെ അവധിക്ക് വന്നിരിക്കണോണ്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ തൂങ്ങി പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതാണ് വേഗം ഫാസ്റ്റായിട്ട് ചെയ്യും. പിന്നെ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിയിട്ട് കൂടെ ചെല്ലുമെന്നല്ലാതെ കുക്കിങ്ങിന് ഞങ്ങൾ അങ്ങനെ കയറലില്ല കേട്ടോ, വളരെ കുറവാണ്. പിന്നെ ഞങ്ങൾ കയറുന്നത് നമ്മുടെ ഹസ്ബൻഡുമാരാരെങ്കിലും ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമ്പോഴാണ്, അല്ലെങ്കിൽ ആരെങ്കിലും ഗസ്റ്റ് വരാണെങ്കിൽ ഞങ്ങൾ കയറും. അങ്ങനെ ആൾക്ക് സ്പെഷ്യൽ എന്ന് പറയണ സംഭവം ഇപ്പോഴും ബിരിയാണി അല്ലെങ്കിൽ ഗീ റൈസ്, ബീഫ് കറി അത്രയൊക്കെ ഉള്ളൂ. അല്ലാതെ പുതിയ ടൈപ്പ് ഫുഡ് പരീക്ഷിക്കണ പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ആൾക്ക് വലിയ താല്പര്യമില്ല. ഫുഡ് ഉണ്ടാക്കണതിനോട് ആൾക്കൊരു ഇൻട്രസ്റ്റും ഇല്ല കേട്ടോ. പിന്നെ കുറേ നാളെത്തി ഉമ്മയുടെ ഫുഡ് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് തന്നെ വാപ്പാടെ സിസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മളുടെ ഒരു നൈബറുണ്ട്. 2-3 വീടുകളിൽ പോകണം കേട്ടോ. അപ്പോൾ അവർക്ക് കുറച്ച് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളിന്ന് വൈകുന്നേരം ഇറങ്ങിയതാണ്. തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ അമ്മായിയുടെ വീട്. അപ്പോൾ പണ്ട് നമ്മുടെ വീടിനോട് തൊട്ട് ചേർന്ന് തന്നെയാണ് കേട്ടോ ട്രെയിൻ പോണേ. ഇതിനോട് തൊട്ട് താഴെ തന്നെയാണ് നമ്മുടെ വീട്. പണ്ട് ട്രെയിൻ പോകുമ്പോഴുള്ള മെയിൻ പരിപാടി അവിടെയുള്ള എല്ലാവർക്കും ടാറ്റു കൊടുക്കലാണ്. അപ്പോൾ ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ പുതുക്കിയതാണ് കേട്ടോ. ഇത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. അവൻ 10th ഞാൻ +2 പഠിക്കുന്ന സമയത്ത് പെട്ടെന്ന് അവൻ മരത്തിൽ നിന്ന് വീണിട്ട് ഒരു അപകടം പറ്റി മരണപ്പെട്ടിട്ട. ജിജു എന്നാണ് അവൻ്റെ പേര്. ശരിക്കും എനിക്ക് അനിയൻ തന്നെയായിരുന്നു. ഒരുപാട് വർഷമായെങ്കിലും ഈ വീട്ടിലേക്ക് വരുമ്പോൾ ഫസ്റ്റ് അവൻ്റെ മരണവും കാര്യങ്ങളൊക്കെയാണ് ആലോചിക്കണത്. ഞാൻ +2 എക്സാമിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ്. ജിജു അപ്പോഴും ഹോസ്പിറ്റലിലാണ്, പക്ഷെ മരണപ്പെടുമെന്നുള്ളൊരു ചിന്തയെ നമുക്കുണ്ടായിരുന്നില്ല. അവന് ഓക്കെ ആയി വരും എന്നുള്ളൊരു ഇതായിരുന്നു. അവൻ പെട്ടെന്ന് മരിച്ചു എന്ന് എൻ്റെ കൊച്ചാപ്പ വന്ന് പറയുകയും ചെയ്തത് കേട്ടോ. അന്ന് എനിക്കുണ്ടായൊരു ഷോക്ക്. കുറേ ദിവസം എടുത്തു നമ്മൾ അതിൽ നിന്നൊന്ന് റിക്കവർ ആവാനായിട്ട്. ഇവിടേക്കൊക്കെ വരുമ്പോൾ ആ ഒരു ഓർമ്മകളും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് നേരം അമ്മായിയുടെ വീട്ടിലൊക്കെ ഇരുന്നു, കത്തിയൊക്കെ അടിച്ചു. പിന്നെ മഗ്‌രിബൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോകുന്നു കേട്ടോ. ഹാസിമ് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഹംദാനും ഹാറൂനൊക്കെ വൈകുന്നേരം ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരൊക്കെ ആയിട്ട് അമ്മായിയുടെ വീട്ടിലായിരുന്നു കേട്ടോ കുറേ നേരം. അവർ തിരിച്ച് വന്ന സമയത്താണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ അത് വീട്ടിൽ വന്നപ്പോൾ ഒരാൾ ഉറക്കത്തിൽ നിന്നൊക്കെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ ഉമ്മ കുറേ പൊരി എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചായയിലിട്ട് കുടിക്കാനായിട്ട്. ഞങ്ങളുടെ പണ്ടത്തെ മെയിൻ പലഹാരമാണ് പൊരി. മണപ്പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനെ വാങ്ങിക്കൂട്ടും കേട്ടോ. പൊരി പാക്കറ്റ് ഒരുപാട് വാങ്ങിക്കൂട്ടും. അപ്പോൾ അത് ചായയിലിട്ട് കുടിക്കലാണ് പണ്ടത്തെ പരിപാടി. അപ്പോൾ അത് പിള്ളേർക്കൊക്കെ എടുത്തു കൊടുത്തതാണ് കേട്ടോ. ഇവിടെ ആ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ സംഭവം തീർന്നു. പിന്നെ ഞങ്ങളൊന്ന് പിന്നെയും പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ. എൻ്റെ കാലിൻ്റെ താഴെയായിട്ടൊരു ആണി പോലത്തെ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് ആണി രോഗം എന്ന് പറയും. അതൊരു കല്ല് പോലെ ഇരിക്കും കേട്ടോ. അത് നമ്മളുടെ ഡെഡ് സ്കിൻ വന്നിട്ട് അതങ്ങനെ അവിടെ ഇരുന്ന് കല്ല് പോലെ ആവണതാണെന്നാണ് പറയണത്. കഴിഞ്ഞ വർഷവും ഞാൻ എടുത്ത് കളഞ്ഞതാണെങ്കിലും ഈ വർഷവും സെയിം ആ സ്പോട്ടിൽ തന്നെ വന്നേക്കാണ് കേട്ടോ. മെയിനായിട്ട് ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ആക്സിലേറ്റർ ചവിട്ടുമ്പോൾ ഉള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, അവിടെയാണ് വന്നേക്കണേ. അപ്പോൾ വന്ന പാടെ ഞാനത് എടുത്ത് കളഞ്ഞു. വീട്ടിലാണെങ്കിലും ചെരുപ്പൊക്കെ ഇട്ട് നടക്കാത്ത സമയങ്ങളിൽ ഭയങ്കര പെയിനായിരിക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതെടുത്ത് കളഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂടുതലും വിൻ്റർ ടൈമിലാണ് പെയിൻ വരിക. അപ്പോൾ അത് ഓൾറെഡി എടുത്ത് കളഞ്ഞതാണ്. ഞാൻ കളമശ്ശേരിയിലുള്ള സമയത്ത് തന്നെ കളഞ്ഞതാണ്. അപ്പോൾ അത് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആവും. എടുത്ത് കളഞ്ഞ ഭാഗത്ത് ചെറിയൊരു ഹോളുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ അകത്തുനിന്ന് കിട്ടിയ സ്റ്റോൺ കേട്ടോ. അത്യാവശ്യം വലിപ്പമുള്ളൊരു സ്റ്റോൺ തന്നെയാണ്. അത് അവിടെ ഇരുന്ന് കുത്തുമ്പോൾ നമുക്ക് നടക്കുമ്പോൾ നല്ല പെയിനാണ് കേട്ടോ. അപ്പോൾ അത് കളഞ്ഞ സ്ഥലം ഞാനൊന്ന് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. കാരണം നമ്മൾ മണ്ണിലും അവിടെ ഇവിടെയൊക്കെ നടക്കണമാണല്ലോ. അപ്പോൾ ആ ഹോളിൻ്റെ അകത്തേക്കൊന്നും കയറണ്ടെന്ന് വിചാരിച്ചിട്ട് ഡ്രസ്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജംഗ്ഷനിൽ തന്നെ ഒരു ചെറിയ ക്ലിനിക്ക് ഉണ്ട് കേട്ടോ, അവിടെ വന്നതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ എയർപോർട്ട് റോഡിൽ വന്നതാണ് കേട്ടോ, ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഹംദാനാണെങ്കിലും ഷവർമ എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തെങ്കിലും ഷവർമയും വാങ്ങിക്കാം എന്നൊക്കെ വിചാരിച്ച് എയർപോർട്ട് റോഡ് വഴി വന്നതാണ്. എൻ്റെ ഇത്താത്തയുടെയും വീക്ക്നെസ്സാണ് കേട്ടോ ചായ ഇവിടെ കണ്ടാലും ഞങ്ങൾ വണ്ടി നിർത്തും. ചെറുതിലേ തുടങ്ങി വാപ്പായാണെങ്കിലും ഉമ്മായാണെങ്കിലും ചായയുടെ അഡിക്റ്റാണ് രണ്ടുപേരും. വാപ്പ ഉള്ള സമയത്താണെങ്കിലും ആരെങ്കിലും വെറുതെ വഴി കൂടെ പോയാലും ഈവൻ ഒരു പോസ്റ്റ്മാൻ ആണെങ്കിലും ചായ കുടിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് വിളിക്കണ ഒരു ഓർമ്മയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചായ അഡിക്ഷൻ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതില്ലെങ്കിൽ പറ്റൂല. ബാക്കിയുള്ളവരുടെ ചായയും കൂടി കുടിച്ച് തീർക്കുന്നത് വീട്ടിൽ ഞങ്ങളായിരിക്കും കേട്ടോ. അത് ഇത്താത്തയാണെങ്കിലും ഞങ്ങളാണെങ്കിലും സെയിം തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 8:45 ആയിട്ടുള്ളെങ്കിലും
നമ്മുടെ ഷവർമയും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഫുഡ് അത്യാവശ്യം വീട്ടിലുള്ളതുകൊണ്ട് തന്നെ മന്തിയോ അങ്ങനെയൊന്നും വാങ്ങിക്കാൻ നിന്നില്ല. വെറുതെ ഷവർമ വാങ്ങിച്ച് കഴിക്കാം, പിള്ളേർക്ക് വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കയറിയത്. പക്ഷേ ഷവർമ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങളൊരു ചായയും പഴംപൊരിയൊക്കെ കഴിച്ച് പിള്ളേർക്ക് ജംസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് നേരെ ഞങ്ങളുടെ അമ്മായിയുടെ മോള് കുറച്ചടുത്തുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലും കൂടി ഒന്ന് കയറണം കേട്ടോ. അപ്പോൾ അവൾക്ക് അമ്മായിയുടെ മോൾക്കൊരു കുഞ്ഞ് ബേബി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവൾക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്മായിയുടെ വീട്ടിൽ കയറിയതാണ്. അപ്പം നമ്മൾക്ക് അവധിയാണെങ്കിലും ഇവിടെ ഉള്ളവർക്കൊക്കെ നാളെ സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരമൊക്കെ ഇരുന്നൊന്ന് കത്തിയടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുഞ്ഞു ബേബി 3 months ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അവളെ കുറേ നേരം കളിപ്പിച്ചു. അപ്പോൾ ആ സമയത്ത് താത്ത ചക്കയും ചക്കയുടെയൊക്കെ കൊണ്ടുവന്ന് തന്നു. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങൂലല്ലോ, നമ്മൾ തീറ്റ തുടങ്ങി. നാട്ടിൽ ചക്കയുടെ മാങ്ങയുടെയൊക്കെ സീസൺ എൻ്റെ ആയല്ലോ. ഇപ്പോൾ കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നല്ല ചക്കയായിരുന്നു കേട്ടോ. അപ്പോൾ ചക്കക്കുരൊക്കെ എടുത്ത് വെച്ചോളാൻ പറഞ്ഞു, ഞങ്ങൾക്ക് വേണം എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഇവർക്കൊക്കെ ഒരുപാട് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അത് എടുത്ത് വെക്കണമെന്നില്ലല്ലോ. അങ്ങനെ കുറേ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുകയാണ് കേട്ടോ. എന്തായാലും വിചാരിച്ച കാര്യം കിട്ടിയില്ല. ഷവർമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയെങ്കിലും അതൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഒന്നും അല്ലാത്തൊരു നോർമൽ ഡേ ആയിരുന്നു. ഞാനും ഇത്താത്തായും നെടുവന്നൂർ നിൽക്കുക എന്നുള്ളത് ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഫസ്റ്റ് കാര്യമാണ് കേട്ടോ. ഒന്നും ചെയ്യാതെ ഫുഡൊക്കെ കഴിച്ച് മഴയൊക്കെ കൊണ്ട് നെടുവന്നൂർ 2-3 ദിവസം നിൽക്കണം എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹങ്ങളിലൊന്നാണ്. അപ്പോൾ അത് ഞങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഇക്കാമാരൊക്കെ വരണേക്കായി മുമ്പാണ് കേട്ടോ. അവർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും കളമശ്ശേരിക്കും പോവും, ഇത്താത്തായും പോവുമല്ലോ. അപ്പോൾ ആ ഒരു ദിവസങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. വീട്ടിൽ വെറുതെ ഇരിക്കുക, മഴ കാണുക, ഫുഡൊക്കെ കഴിക്കുക, റിലാക്സ് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ നാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വ്ളോഗിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, അസ്സലാമു അലൈക്കും.